പറ്റ സ്നേഹിതൻ നിനക്ക്? ഞാൻ ജനിച്ച ദിവസം ഇല്ലാതെ പോകട്ടെ. ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരിക്കാതിരുന്നത് എന്തുകൊണ്ട്? നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കൂ, നിർദോഷിയായി മരിച്ചവൻ ആര്? നേരുള്ളവൻ എങ്ങനെ മുടിഞ്ഞു പോയിട്ടുണ്ട്? യഹോവ എന്നെ താഴ്ത്തിക്കളഞ്ഞു സ്നേഹിത. സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യും. അയ്യോ, എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ ദൈവത്തിന്റെ അസ്ത്രം എന്നിൽ തറച്ചിരിക്കുന്നു. ആ തൃക്കൈ നീട്ടി ദൈവം എന്നെ കത്തിച്ച് കളഞ്ഞെങ്കിൽ ന്യായം മറച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മായ്ച്ചു കളയുമോ? ഒരിക്കലുമില്ല. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ ഇപ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഉണർന്നു വരും. അതങ്ങനെ തന്നെ എന്ന് എനിക്കും അറിയാം. എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്ത് എന്ന് എനിക്കറിയണം. ഞാൻ കുറ്റക്കാരനല്ലെന്ന് ദൈവത്തിനറിയാം. നിന്റെയോ നിന്റെ പൂർവികരുടെയോ നിന്റെ മക്കളുടെയോ കുറ്റനിമിത്തമാകാം ദൈവം നിന്നെ ശിക്ഷിക്കുന്നത്. തെറ്റ് ചെയ്യാത്തവനെ ദൈവം ശിക്ഷിക്കുമോ? എന്റെ തെറ്റെന്താണെന്ന് ദൈവം എന്നോട് പറയട്ടെ. ഞാൻ ഇന്ന് എന്റെ ഭാര്യയ്ക്ക് പോലും പരിഹാസപാത്രമായി തീർന്നിരിക്കുന്നു. ദൈവം തന്ന ശിക്ഷ നീ സ്വീകരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ പിടിക്കുന്നു. ഞാൻ ദൈവത്തോട് വാദിക്കാൻ ആഗ്രഹിക്കുന്നു. നീ നീതിമാനാണെങ്കിൽ ദൈവം നിന്നെ ബലപ്പെടുത്തും. അവൻ എന്റെ സഹോദരങ്ങളെ എന്നിൽ നകറ്റിക്കളഞ്ഞു. എന്റെ ബന്ധുജനം എന്നിൽ നിന്നും അകന്നു മാറി. എന്റെ ദാസന്മാരും ദാസിമാരും ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്നില്ല. സ്നേഹിത, നീ എന്തൊക്കെ പറഞ്ഞാലും ദൈവം ആരെയും മനഃപൂർവമായി ഉപദ്രവിക്കുകയില്ല. നീതിമാനായ ദൈവം നീതി മറച്ചു കളയുമില്ല. ഞാൻ അവന്റെ കൽപ്പന വിട്ട് നടന്നിട്ടില്ല. എന്റെ നിഷ്കളങ്കത്വം ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. ദൈവം നീതികേട് ചെയ്യുകയില്ല. അവൻ ഓരോരുത്തർക്കും അവന്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും. എനിക്ക് ദൈവത്തോട് ചോദിക്കണം. എനിക്ക് വാദിക്കണം. ഈ സ്വയം നീതീകരണമാകാം നിന്റെ പാപം. ഞങ്ങൾ പോകുന്നു.